എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പല് അതാണെങ്കിൽ കടലിലൂടെ ശാന്തമായിട്ട് മുൻപോട്ട് പോവാണ്. അതിന്റെ മുകളിലായി ലൂഫി. അവനാണെങ്കിൽ ഇപ്പോഴും ഒരുപാട് വിഷമത്തില് എയ്സിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ ഡാൻസർ അവൻ ഒറ്റയ്ക്ക് വിട്ടു വന്നതില് ഇപ്പോ നമ്മുടെ ലൂഫിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഉടനെ ജിംബൈ ആണെങ്കിൽ ലൂഫിയുടെ അടുത്തേക്ക് വരും. ലൂഫിയെ കാണുമ്പോൾ തന്നെ ജിംബൈക്ക് അവന്റെ വിഷമം എന്താണെന്നും അവന്റെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നും കറക്റ്റായിട്ട് പിടികിട്ടും. ഉടനെ ജിംബൈ ആണെങ്കിൽ അവന്റെ ഷോൾഡർ തട്ടും. നീ ഇപ്പോ ശരിക്കും നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം. ഇമ്പിൾ ടൗണില് നമ്മൾ എത്രത്തോളം ഫൈറ്റ് ചെയ്തോ അതിന് ഇരട്ടി വേണം ഇനി നമ്മൾ പോകാൻ പോകുന്ന ആ നേവി ഹെഡ് ക്വാർട്ടേഴ്സിൽ ഫൈറ്റ് ചെയ്യാനായിട്ട്. സോ നമുക്കിപ്പോ എനർജി ആവശ്യമാണെന്ന് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ സ്കൈ ഐലാൻഡ് കാണിക്കും. അവിടെയാണ് നമ്മുടെ നാമി അവൾ പെട്ടുകിടക്കുന്നത്. അവളുടെ കയ്യിലുള്ള ലോക്ക് പോസ് തന്നെ ഒരുപാട് നേരം നോക്കി അങ്ങനെ സമയം തള്ളി നീക്കും. അപ്പൊ സയന്റിസ്റ്റ് അപ്പാപ്പനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വരും. ആള് പറയും, നാമി ഇതാ ഞാനുണ്ടാക്കിയ കാൻഡി ക്ലൗഡ് എന്ന് പറഞ്ഞ് അതവളുടെ മുഖത്തേക്ക് ഇട്ടുകൊടുക്കും. അവളുടെ മുഖത്താണെങ്കിൽ അത് ഒട്ടിപ്പിടിച്ച് നാമിക്ക് ഇപ്പൊ ശ്വാസം വിടാൻ പറ്റില്ല. അവളാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത് വലിച്ചു പറിക്കാനായിട്ട് ശ്രമിക്കും. ഇവിടെ സയന്റിസ്റ്റ് അപ്പാപ്പൻ ആൾ ഒരുപാട് സന്തോഷത്തിൽ അവളോട് പറയും, ആക്ച്വലി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രയും നല്ലൊരു സാധനം ഉണ്ടാക്കിയെടുത്തത്. സോ അതാദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നീയാണെന്ന് പറയും. അടുത്ത നിമിഷം നാമി അവൾ കഷ്ടപ്പെട്ട് ആ കാൻഡി വലിച്ചൂരിയെടുത്ത് കൈമടക്കി അപ്പാപ്പന്റെ തലക്കൊരു ഒറ്റയിട്ടി. ഇങ്ങനെയാണോ ഒരു കാൻഡി കഴിക്കാൻ തരുന്നത്? ഇപ്പൊ ഞാൻ ശ്വാസം മുട്ടി ചത്തുപോയേനെ. അപ്പാപ്പനാണെങ്കിൽ അവളുടെ ദേഷ്യവും കോപവും ഒക്കെ കണ്ട് ഒരു സെക്കൻഡ് ഷോക്കാവും. അപ്പാപ്പൻ പറയും, ഒരു കാരണവശാലും നിനക്ക് ഇത്രയും ദേഷ്യം പാടില്ല. ഈ ചെറിയൊരു പെൺകുട്ടിയല്ലേ, ഞാൻ ഒരുപാട് വയസ്സുള്ള ഒരു അപ്പാപ്പനും. ഉടനെ അവള് കാം ഡൗൺ ആയിട്ട് ആളുണ്ടാക്കിയ ആ ഒരു കാൻഡി കഴിക്കും. അതിന്റെ ടേസ്റ്റ് അവൾക്ക് ഇഷ്ടാവും. അവൾ ചോദിക്കും, നിങ്ങൾ കുറെ ദിവസമായി പറയുന്നു നമ്മൾ ആ സബോർഡിനേറ്റ് ആർക്കിപ്പലക നോക്കി പോവുകയാണെന്ന്. ഇതുവരെ അവിടേക്ക് എത്താനായില്ലേ? അപ്പാപ്പനാണെങ്കിൽ അവളെ നോക്കി ചിരിക്കും. അത്ര പെട്ടെന്നൊന്നും അവിടെ എത്താൻ പറ്റില്ല. അവിടേക്ക് എത്താൻ ഇനിയും ഒരുപാട് സമയം ആവശ്യമാണ്. ആക്ച്വലി നമ്മൾ ഇപ്പൊ വിൻഡിന്റെ പവറിലാണ് മുൻപോട്ട് പോകുന്നത്. വിൻഡ് നല്ല ഫോഴ്സിൽ അടിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല സ്പീഡിൽ പോകും. ഇപ്പൊ വിൻഡ് വളരെ കുറവാണ്. സോ ഇന്നലെ മുതൽ ഈ ടൈം വരെ നമ്മൾ ട്രാവൽ ചെയ്തത് 200 മീറ്റർ ആണ്. അത് കേട്ട് നാമിയുടെ കൺട്രോൾ പോവും. അവള് കൈ ചുരുട്ടി വീണ്ടും ആളെ ആഞ്ഞെട്ടിക്കും. ഇത് താൻ നേരത്തെ പറയുകയാണെങ്കിൽ ഞാൻ നടന്നു പോയായിരുന്നെങ്കിൽ മിനിമം 50 കിലോമീറ്റർ എങ്കിലും ഞാൻ ഇതിനോടകം കവർ ചെയ്തേനെ. നിങ്ങൾക്കത് നേരത്തെ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? അപ്പോഴായിരിക്കും ഗ്രാൻഡ്പ പറയാ, നീ ഈ സ്കൈ ഐലാൻഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സബോർഡിനെ ആർക്കിപ്പലകത്തിലേക്ക് പോകാൻ ഒരുപാട് സമയമെടുക്കും. അവിടെ നിന്ന് അവിടേക്ക് ഒത്തിരി ദൂരമുണ്ട്. ഇനി അതല്ല, നിനക്ക് ഗ്രൗണ്ടിലേക്ക് പോകണമെന്ന് തന്നെയാണെങ്കിൽ നമുക്ക് അവിടേക്ക് പോവാം. അവിടെ നിന്ന് മറ്റെന്തെങ്കിലും വഴിയുണ്ടോന്ന് അന്വേഷിക്കാം. എനിക്കും എന്റെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പണമൊക്കെ സംഘടിപ്പിക്കണം. സോ ഞാനും വരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ ലിഫ്റ്റിലൂടെ താഴേക്ക് പോവും. അവരിപ്പോ വന്നിരിക്കുന്നത് ഗ്രൗണ്ടിലല്ല, സ്കൈ ഐലാൻഡിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അവരിപ്പോ എത്തിയിട്ടുണ്ടാവുക. പാപ്പനാണെങ്കിൽ ആളുടെ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരുപാട് പണം ആവശ്യമാണ്. അതെങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം. അവനിപ്പോ നാമിയം കൂട്ടി സ്കൈയിലുള്ള ഒരു ബബിളിന്റെ അടുത്തേക്ക് പോവും. അതിന്റെ ഉള്ളിലാണെങ്കിൽ ഒരു കപ്പല്. അവനാണെങ്കിൽ ആ കപ്പൽ സ്റ്റാർട്ട് ചെയ്ത് നാമിയെ സേഫ് ആക്കി ഇരുത്തി അങ്ങനെ പറന്ന് ദൂരേക്ക് പോവാണ്. അവൾക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ആളാണെങ്കിൽ ഇപ്പൊ ആ കപ്പല് ഒരു വരണ്ട പ്രദേശത്ത് കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരോട്, ഞാൻ നിങ്ങൾക്ക് മഴ അത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാം. സോ അതിനു പകരമായിട്ട് നിങ്ങൾ എനിക്ക് പണം തരണം. എനിക്ക് അധികമൊന്നും വേണ്ട, പ്രതിഫലമായിട്ട് 100 മില്യൺ ബെറീസ് തന്നാ മതി. അത് കേട്ട ജനങ്ങള് അവരൊരു സെക്കൻഡ് ഷോക്കാവും. മുഖത്തെ ഭാവവ്യത്യാസം കണ്ട് അപ്പാപ്പനാണെങ്കിൽ നാമിയോട് ചോദിക്കും, എന്തുപറ്റി? ഞാൻ അധികമായിട്ട് ഇവരോട് ചോദിച്ചോ? അതിന് അവളാണെങ്കിൽ വണ്ടർ അടിച്ചു പറയും, യു ആർ അൺബിലീവബിൾ. അത്രയും പണമൊക്കെ അവരെ കൊണ്ട് എങ്ങനെ തരാൻ പറ്റും? ഉടനെ അപ്പാപ്പ സിമ്പിൾ ആയിട്ട് പറയും, അത്രയും തരാൻ പറ്റില്ലെങ്കിൽ 100 ബെറീസ്, വെറും 100 ബെറീസ് എനിക്ക് തന്നാ മതി. അത് കേൾക്കുമ്പോൾ വീണ്ടും ആ ജനങ്ങൾ ഡബിൾ ഷോക്കാവും. കാരണം അത്രയും പണം ചോദിച്ച് അത് ഒറ്റയടിക്ക് ചെറിയൊരു സംഖ്യയിലേക്ക് ഇപ്പൊ അപ്പാപ്പൻ കുറച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ ഒരു ഡിവൈസ് അവിടേക്ക് കൊണ്ടുവരും. അതിനുശേഷം കുറച്ച് ബബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് അയക്കുകയാണ്. ആക്ച്വലി അത് ഒരു ബ്ലാക്ക് ക്ലൗഡ് ആണ്. അതിങ്ങനെ പതിയെ പതിയെ മുകളിലേക്ക് ഉയരും. അതിനുശേഷം നാമിയുടെ കയ്യില് ആ കാറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ത്രെഡ് അത് അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാര്യം പിടികിട്ടിയ നാമിയാണെങ്കിൽ ആ കയർ ഉപയോഗിച്ച് കാറ്റ് ക്രിയേറ്റ് ചെയ്ത് ബബിൾസ് എല്ലാം സ്കൈയുടെ മുകളിലേക്ക് കൊണ്ടുപോകും. സ്കൈയുടെ മുകളിലെത്തിയ ബബിൾസ് അതെല്ലാം പൊട്ടി ആ ബ്ലാക്ക് ക്ലൗഡ് അവിടെ സ്പ്രെഡ് ആവും. അടുത്ത സെക്കൻഡ് തന്നെ മഴ പെയ്യാണ്. മഴ കണ്ട് സന്തോഷിച്ച് അവിടെയുള്ള ജനങ്ങള് അവരാണെങ്കിൽ ആ മഴയെ താടിയും പാടിയും അങ്ങനെ രസിക്കുകയാണ്. നാമിയാണെങ്കിൽ അത് കണ്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. നാമി പറയും, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ സബോർഡിനെ ആർക്കിപ്പലകത്തിലേക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ളില്
നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കണമെന്നുണ്ട്. ഉടനെ അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ ആവേശം വരും. ആളാണെങ്കിൽ ഒരു തണ്ടർ ബബിൾ എടുത്ത് അവൾക്ക് കാണിച്ചു കൊടുക്കും. ആൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് പൊട്ടിത്തെറിച്ച് നാമിയും അപ്പാപ്പനും കത്തിക്കരിഞ്ഞു പോകും. നാമിക്ക് കലിയിളകി അവളങ്ങനെ അപ്പൂപ്പനെ നോക്കി മുരച്ച് ഇപ്പൊ ഫ്രാങ്കിയെ കാണിക്കും. ഫ്രാങ്കി ആണെങ്കിൽ ഇപ്പൊ പഴയ ഫ്രാങ്കി അല്ല. അവനാണെങ്കിൽ അവന്റെ ഡ്രസ്സിങ്ങും ഫാഷൻ സ്റ്റൈലും ഹെയർ സ്റ്റൈലും അങ്ങനെ എല്ലാം മാറ്റി ഇപ്പൊ ഡീസന്റ് ആയിരിക്കാണ്. അത് കണ്ട് ആ കുഞ്ഞി പെണ്ണിനാണെങ്കിൽ തീരെ ഇഷ്ടാവില്ല. അവളിപ്പോ അവളുടെ പപ്പയോട് ചോദിക്കും, ഇവന് ശരിക്കും എന്താ പറ്റിയേ? എനിക്കിവനെ ആ പഴയ രൂപത്തിലും ഭാവത്തിലും തിരികെ വേണം. അതിനവളുടെ പപ്പ പറയും, ഇപ്പോൾ ഉള്ള അവസ്ഥയില് അവർ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് പഴയതുപോലെ ആക്കാൻ പറ്റില്ല. അതിന് കുറച്ച് സമയം പിടിക്കും. അതല്ല എങ്കിൽ അവനെ വയലന്റ് ആക്കണം. വയലന്റ് ആയി മാറിക്കഴിഞ്ഞാൽ അവൻ പഴയതുപോലെ ആവുന്നു പറയും. അത് കേൾക്കുമ്പോ അവൾക്കൊരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നൈറ്റ് നമ്മുടെ ഫ്രാങ്കി ആണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങാണ്. അപ്പ ചിന്ന പയ്യൻ അവൻ ഫ്രാങ്കിയുടെ അടുത്തേക്ക് വന്ന് അവനെ തുറച്ചു നോക്കും. കട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോ ഫ്രാങ്കിയുടെ ബോഡി മുഴുവൻ ഐസ് വന്ന് വീണ് കിടക്കുകയാണ്. അവൻ കണ്ണു തുറന്നു നോക്കും. അവന്റെ ബോഡിയിലും ചുറ്റും മുഴുവൻ ഐസ്. അവനെ ആരോ കട്ടിലോടെ എടുത്ത് പുറത്തു കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എന്നെ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതാണോ, അതോ ഞാൻ തന്നെ കട്ടിലോ എടുത്ത് ഇവിടേക്ക് വന്നാണെന്നൊക്കെ ചിന്തിച്ച് അവൻ നൈസായിട്ട് അവിടുന്ന് എഴുന്നേറ്റ് തിരികെ വീട് ലക്ഷ്യമാക്കിയിട്ട് നടക്കും. അപ്പോഴായിരിക്കും ഒരു പാമ്പ് അവന്റെ അടുത്തേക്ക് വരിക. അവനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു സ്വെറ്റർ കിട്ടിയെന്ന് പറഞ്ഞ് ആ പാമ്പിനെ കഴുത്ത് വഴി അങ്ങനെ ചുറ്റിയിടും. ആ പാമ്പുടനെ അവന്റെ നേർക്ക് വലിയൊരു തീഗോളം ആഞ്ഞു തുപ്പുവാണ്. അപ്പോഴായിരിക്കും ഫ്രാങ്കിക്ക് അതൊരു നോർമൽ പാമ്പല്ല, അതും ഒരു സൈബോർ ആണെന്ന് മനസ്സിലാവുക. അവൻ ആ പാമ്പിനെ ചുരുട്ടിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. എന്നിട്ട് അവിടുന്ന് ഉഷാറായിട്ട് ഓടി ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോഴായിരിക്കും ഒരു ബോർഡ് അവിടെ തകർന്നു കിടക്കുന്നത് കാണുക. അവൻ ആ ബോർഡ് വായിക്കും. ഇവിടം മെക്കാനിക്കൽ ആനിമൽസ് ഒക്കെ താമസിക്കുന്ന ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ഫോറസ്റ്റ് ആണെന്നായിരിക്കും ആ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവുക. അതൊരു ഡേഞ്ചറസ് ഏരിയ എന്ന് മനസ്സിലാക്കി നമ്മുടെ ഫ്രാങ്കി അവൻ അവിടുന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോഴേക്കും ആ ഫോറസ്റ്റിലുള്ള മെക്കാനിക്കൽ ആനിമൽസ് അവറ്റകളാണെങ്കിൽ ഇപ്പൊ ഫ്രാങ്കിയെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഫ്രാങ്കിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവറ്റകളുടെ നടുക്ക് ഇപ്പൊ ഫ്രാങ്കി പകച്ചു നിൽക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായി ആ ചിന്ന പയ്യനും അവന്റെ ഡോഗും അവർ രണ്ടുപേരും അടുത്തായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയോട് കൂടെ നോക്കി നിൽക്കും. ആക്ച്വലി നമ്മുടെ പൊടിപ്പയ്യൻ ആ ചെക്കനാണ് ഫ്രാങ്കി ഇപ്പോ അവറ്റകളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഫ്രാങ്കി പ്രൊവോക്ഡായി അവന്റെ പഴയ സ്വഭാവം അത് തിരികെ പിടിക്കാനാണ് അവൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തത്. പഴയ ഫ്രാങ്കി ആയിരുന്നെങ്കിൽ നിമിഷങ്ങൾക്കകം അവറ്റകളുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവറ്റകളെ അടിച്ച് തെറിപ്പിച്ചേനെ. പക്ഷെ ഇപ്പോഴത്തെ ഫ്രാങ്കി അവനാണെങ്കിൽ ഭയങ്കര ചേഞ്ചാണ്. അവൻ കാഷ്വൽ ആയിട്ട് ആ മൃഗങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങും. അവൻ അവന്റെ വയറ്റിൽ നിന്ന് ഒരു കപ്പ് കോഫി ഇപ്പൊ കയ്യിലെടുക്കും. ഇതാണ് എന്റെ മോർണിംഗ് കോഫി. നിങ്ങളൊക്കെ കോഫി കുടിച്ചോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് കോഫി തരാന്ന് പറഞ്ഞ് അവനങ്ങനെ 32 പല്ലും കാണിച്ച് അവറ്റകളെ നോക്കി ചിരിക്കും. അടുത്ത നിമിഷം അവനെ ഇട്ടിക്കാനായിട്ട് പാഞ്ഞടുക്കും. പക്ഷെ നമ്മുടെ ഫ്രാങ്കി ആ മഞ്ഞിനും ഫോഗിനും ഇടയിൽ അവരെ പരസ്പരം ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അതിനിടയിലൂടെ അവൻ നൈസായി ഡോറ് തുറന്ന് ഇപ്പൊ പുറത്തേക്ക് വരും. പുറത്തു വന്ന ഫ്രാങ്കി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് അവിടെ നിന്ന് ആ ബാക്കിയുള്ള ടീം കുടിച്ചു തീർക്കും. ആ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ഭയങ്കര സങ്കടം. ഓ ഷിറ്റ്, അതും പാളിപ്പോയെന്ന് പറഞ്ഞ് അവന്റെ പെറ്റ് ഡോഗുമായി തിരികെ പോകാൻ ഒരുങ്ങുമ്പോഴായിരിക്കും വലിയൊരു കരടി അതിപ്പോ അവന്റെ മുൻപിലേക്ക് വരിക. അതിന് കാണേണ്ട താമസം രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് ആ ചെക്കൻ ഓടാൻ തുടങ്ങും. ഓടി ഓടി അല്പദൂരം കഴിയുമ്പോഴേക്കും അവൻ തെറിച്ചു വീഴും. ആ കരടി ക്ലോസ് എത്തുമ്പോഴേക്കും നമ്മുടെ ഫ്രാങ്കി അവൻ കറക്റ്റായിട്ട് ചാടി വീണ് ആ പയ്യനെ അവനെ സേവ് ചെയ്യും. പക്ഷെ ഗോറില ആണെങ്കിൽ ഇപ്പൊ ഫ്രാങ്കിക്ക് നേരെ തിരിയും. അവനെ അറിഞ്ചം പുറഞ്ചം അടിക്കാനായിട്ട് തുടങ്ങും. ഫ്രാങ്കി ആണെങ്കിൽ അതിനെ സ്നേഹത്തില് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ അതാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവൻ അടിക്കുകയാണ്. പക്ഷെ അതാണെങ്കിൽ ഇപ്പൊ ഫ്രാങ്കിയെ പിടിച്ചു വലിച്ച് അവന്റെ ബോഡിയിൽ കയറിയിരുന്ന് അച്ചരം പൊച്ചരം ഇടിക്കും. പക്ഷെ അപ്പോഴും ഫ്രാങ്കി സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി അതിനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. ആ ചെക്കനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് അവൻ തലയ്ക്ക് കൈ കൊടുക്കും. ഗോർലെ ആണെങ്കിൽ സെക്കൻഡുകൾ പോലും വിടാതെ അവനെ ഇടിച്ചുകൊണ്ടേയിരിക്കും. ആ ഇടിയുടെ പവറില് ഫ്രാങ്കിയുടെ ബോഡിയിലെ ഒരു കോഫി അതങ്ങനെ ഹീറ്റായി ഫ്രാങ്കിയുടെ പഴയ സ്വഭാവം പുറത്തേക്ക് വരും. അവൻ വായിലൂടെയും മൂക്കിലൂടെയും കാറ്റും തീയൊക്കെ പുറത്തേക്ക് വിട്ട് ആ ഗോർലെ തൂക്കിയെടുത്ത് അവിടെ ബാക്കിയുണ്ടായിരുന്ന ആനിമൽസിനെയും അട്ടിച്ച് തെറിപ്പിക്കുകയാണ്.
സെക്കൻഡുകൾ കൊണ്ട് ആ മൃഗങ്ങളെ മുഴുവൻ അടിച്ച് തൂഫാനാക്കി അവറ്റകളുടെ മുകളിൽ കയറി നിൽക്കും. എന്നിട്ട് വമ്പ പോസൊക്കെ കൊടുത്ത് ഞാനാണ് സ്ട്രോ ഹാറ്റ് ലൂഫി ടീമിലെ നമ്പർ 1 പൈലറ്റ് എന്ന് പറഞ്ഞ് ഇപ്പൊ പതിയെ തളർന്ന് താഴേക്ക് വീഴും. ആ ചെക്കനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ഫ്രാങ്കി ഇപ്പോ പഴയതുപോലെ സ്മാർട്ടായി. ആ പയ്യനാണെങ്കിൽ ഇപ്പൊ ഫ്രാങ്കിയും കൂട്ടി ഡോക്ടർ വേഗ പങ്കിന്റെ അടുത്തേക്ക് പോവാണ്. പഴയതുപോലെ തന്നെ കോള അത് അവന്റെ ബോഡിയിൽ ഫിക്സ് ചെയ്യാനായിരിക്കും ആ പയ്യൻ അവൻ ശ്രമിക്കുക. അല്പദൂരം നടന്ന് അവരിപ്പോ ആ ഡോക്ടറിന്റെ അദ്ദേഹത്തിന്റെ മാൻഷനിലേക്ക് വരും. ആ സ്ഥലമാണെങ്കിൽ ആകെ അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ്. അത് കുറച്ച് വിയേർഡായിട്ടുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ അവിടേക്ക് ആരും വരാറില്ല. അവരാ ഡോറൊക്കെ തല്ലി തുറന്ന് അകത്തേക്ക് കയറി വരും. അവിടെ എന്തോ ഒരു കാര്യം കണ്ട് ഫ്രാങ്കി അവൻ ഷോക്കാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.